പതിവ് പോലെ ഇന്നും രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല ദാഹം ഉണ്ടായിരുന്നേ. അപ്പോൾ പനിക്കൂർക്ക ഇട്ട് തിളപ്പിച്ച വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ വൈകുന്നേരത്തെ. അതൊരു ഗ്ലാസ് എടുത്തുകൊണ്ട് വന്നിട്ട് റൂമിൽ വന്നിരുന്ന് കുടിച്ചു കേട്ടോ. അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എൻ്റെ കിടക്കയൊക്കെ ഒന്ന് വിരിച്ച് വൃത്തിയാക്കിയിട്ടു കേട്ടോ. പിന്നെ എൻ്റെ കിടക്കയൊക്കെ ഒന്ന് വൃത്തിയായിട്ട് തട്ടിക്കുടഞ്ഞ് വിരിച്ചിട്ടെ. ഇതെല്ലാ ദിവസവും രാവിലെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ രാവിലെ ആവും, ഉച്ചയ്ക്കാവും, വൈകിട്ടാവും, അങ്ങനെ കൃത്യസമയമൊന്നുമില്ലേ. പിന്നെ ഹാളിലേക്ക് നേരെ വന്നിട്ട് കർട്ടനൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു കേട്ടോ, വെട്ടം കയറാൻ വേണ്ടിയിട്ട്. പിന്നെ ചെറിയ രീതിയിൽ അവിടേക്ക് ഒന്ന് ഓർഡറൊക്കെ ആക്കിയിട്ടു, സെറ്റിയിലെ തുണിയൊക്കെ ഒന്ന് വിരിച്ച് വൃത്തിയാക്കിയിട്ടു. പിന്നെ നേരെ കഥകൊക്കെ തുറന്ന് പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഒരു മഴമൂടലായി ഇന്നത്തെ ദിവസം രാവിലെ തന്നെ. മിക്കവാറും ഇന്ന് മഴ പെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നേരെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് എൻ്റെ ചെടികളൊക്കെ ഒന്ന് വീക്ഷിച്ചേ. തീരെ വെള്ളമില്ലാത്ത ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. രാവിലെ എഴുന്നേറ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ ഈ ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് നോക്കുന്നത്. ആവശ്യത്തിന് വെള്ളമൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ മുറ്റം 4 ഭാഗവും ഒന്ന് അടിച്ച് വൃത്തിയാക്കിയ നല്ല കരിയില ഉണ്ടായിരുന്നു കേട്ടോ. കാറ്റുണ്ടായിരുന്നു കുറച്ച് ദിവസമായിട്ടേ. അപ്പോഴേക്കും കഞ്ഞിക്കുള്ള വെള്ളം അമ്മ റെഡിയാക്കി തന്നു. ഞാൻ തീയൊക്കെ പിടിപ്പിച്ച് അടുപ്പത്തേക്ക് വെച്ചു. പിന്നെ ഇവിടെയുള്ള ചെടികൾക്കും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചേ. പിന്നെ അതാ കുറച്ച് വയലറ്റ് മുളകുകളൊക്കെ നമ്മൾ പറിക്കാതെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വിത്തിന് വേണ്ടി നിർത്തിയതാണേ. നമുക്ക് ആകെ ഈ ഒരു തയ്യേ ഉള്ളൂ കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പല്ലൊക്കെ തേച്ചു. പല്ല് തേക്കുന്നതിനിടയ്ക്ക് വേറൊരു ചെടി പൊട്ടി കിടക്കുന്നുണ്ടോ, അത് അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തേ. അമ്മ അത് വേറൊരു ചെടിച്ചട്ടിയിൽ സുരക്ഷിതമായിട്ട് നട്ടിട്ടുണ്ട്. പിന്നെ നേരെ ചായ എടുത്തു. എനിക്ക് മാത്രമല്ല കേട്ടോ, ഇന്ന് അമ്മ വീട്ടിലുള്ളതുകൊണ്ട് അമ്മയ്ക്കും കൂടെ ചേർത്ത് എടുത്തിട്ടുണ്ടേ. ഇന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ ഇവിടെ വന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം അമ്മ വീട്ടിലുണ്ടെങ്കിൽ അവൻ എന്നെ വേണ്ട, അമ്മയെ മാത്രം മതി. പിന്നെ ഇന്ന് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് നീർദോശയും തേങ്ങാ ചമ്മന്തിയാണ് കേട്ടോ. പിന്നെ ചൂട്